എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ നട്ടുച്ച സമയത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആ കാണുന്ന കാടിനിടയ്ക്ക് പ്ലാവുണ്ട്, അതിൽ നിന്നൊരു ഇടിച്ചക്ക ഇടാനായിട്ടാണ് കേട്ടോ ഈ പോകുന്നത്. അപ്പം എന്തേ നമ്മുടെ താരം ഇവിടെ നിൽപ്പുണ്ട്. ഇതിനെ ഇനി എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഇടിച്ചക്ക അങ്ങനെ കൈക്കിട്ടിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ ഇടിച്ചക്ക ഇനി എങ്ങനെ നമുക്ക് തോരൻ വെക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് മുറിക്കുന്നതിന് മുമ്പായിട്ട് കയ്യിലും പിച്ചാത്തിയിലും ഒക്കെ കുറച്ച് വെളിച്ചെണ്ണ തൂക്കുന്നത് നല്ലതായിരിക്കും, ചക്കക്കറ പറ്റാതിരിക്കാനായിട്ട്. ഈ കാണുന്ന രീതിയിൽ ഇടിച്ചക്ക ആദ്യം നമുക്കൊന്ന് മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതുപോലെ അങ്ങനെ എല്ലാത്തിനും മുള്ളൊന്ന് കളഞ്ഞെടുക്കണേ. ഇനി നമുക്കത് നെടുകെ കീറിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഒത്തിരി അങ്ങ് ചെറുതാകുകയും ചെയ്യരുത്, ഒത്തിരി അങ്ങ് വലിപ്പവും വേണ്ട കേട്ടോ നമ്മുടെ ഇടിച്ചക്ക തോരൻ വെക്കാനായിട്ട്. അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം അരിഞ്ഞെടുത്ത് ഇടിച്ചക്ക നമുക്കിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് ഇടിച്ചക്ക നമുക്കിനി വെക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടിച്ചക്ക വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ആദ്യം ഒരു 5-6 വെളുത്തുള്ളി മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് തോരൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇച്ചിരി നല്ലപോലെ ചേർക്കണേ. ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അരപ്പിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നിറത്തിന് വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തോരൻ്റെ പരുവത്തിലൊന്ന് ചതച്ചെടുക്കാവേ. അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വെന്തോന്ന് നോക്കാം. ഒത്തിരി അങ്ങ് വേവുകയും വേണ്ട, എന്നാൽ ഒട്ട് വേവാതിരിക്കുകയും ചെയ്യില്ല, അതായിട്ട് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇതിപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം പറ്റാൻ വേണ്ടി കാത്തിരിക്കേണ്ട, ഒത്തിരി അങ്ങ് വെന്തു. അതുകൊണ്ട് നമുക്ക് ഇടിച്ചക്ക ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത് ഇടിച്ചക്ക നമുക്കിനി ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം, ഒന്ന് തണുക്കാൻ വേണ്ടി. അപ്പം വെന്ത ഇടിച്ചക്കയും നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയ ഇടിച്ചക്ക നമുക്കിനി മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ.
ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാവേ. അങ്ങനെ തോരൻ്റെ എല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോത്തിയെടുക്കാനായിട്ട് കടുക് വറുക്കണം. കടുക് വറുക്കാനായിട്ട് നമുക്കൊരു ചട്ടി നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ചൂടായി വരുന്ന ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഇത് ഇച്ചിരി കൂടിപ്പോയി. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 10 അരിയും കൂടി ഇട്ട് കൊടുക്കാൻ നല്ലതായിരിക്കും കേട്ടോ. ഞാനത് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ആ ഇടിച്ചക്കയും അരപ്പും നമ്മൾ കടുക് വറുത്തെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും നല്ല മണമായിട്ടോ വരുന്നത്. ഈ കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തോത്തിയെടുക്കണം. ഇടിച്ചക്കത്തോരനോടൊപ്പം തന്നെ ഇപ്പുറത്ത് മത്തി മുളകിട്ടതും കൂടെ ആവുന്നുണ്ട് കേട്ടോ. ഇടിച്ചക്കത്തോരൻ്റെയും മത്തി മുളകിട്ടതിൻ്റെയും കൂടെ മണമായപ്പം തന്നെ വായിക്കൂടെ കപ്പൽ വിടുന്നുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഇടിച്ചക്കത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോഴേ ഞാൻ പോയി ചോറ് കഴിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.